നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും മേരീസ് ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളുടെ ഒരു നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലുക. നിങ്ങൾക്ക് മുൻപിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കും. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ അളവറ്റ കാരുണ്യത്താൽ ഒരു ദിവസം കൂടി, ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധവും നന്മ നിറഞ്ഞതും സമാധാന സമ്പൂർണവുമായ ദൈവ തിരുമനസ്സിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപയേകി ഞങ്ങളെ പരിപൂർണമായും അങ്ങേക്കുള്ളവരാക്കി മാറ്റണമേ. നിത്യവും അങ്ങയിലേക്ക് മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ്റെ, ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ അളവറ്റ കാരുണ്യത്തെ ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയുടെ ആർദ്രമായ തിരുഹൃദയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് സ്വീകരിച്ചാലും. കർത്താവെ, അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളോട് ക്ഷമിക്കുകയും അവിടുത്തെ നീതിയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും സകല തിന്മകളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവാനുഗ്രഹം, ദൈവകൃപ എല്ലാവരുടെയും മേൽ ഉണ്ടാകുന്നതിനായി അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ സ്വർഗീയ പ്രഭയാലും മാധുര്യത്താലും പ്രശോഭിച്ചിരുന്ന അങ്ങയുടെ തിരുമുഖം എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ മഹത്വത്തെയും സ്തുതികളെയും ധ്യാനിക്കുവാൻ എന്നെ യോഗ്യയാക്കി തീർക്കണമേ. ഓ യേശുവേ, അങ്ങയുടെ എത്രയും വില തീരാത്ത അങ്ങയുടെ 5 തിരുമുറിവുകളെ ഏറ്റവും ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവ ആഴമായി അങ്ങ് പതിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ജീവിതത്തിലും അങ്ങയുടെ തിരുമുറിവുകൾ ആഴമായി സ്വാധീനം ചെലുത്തട്ടെ. അവിടുന്ന് എൻ്റെ ദൈവവും എൻ്റെ സമസ്തവും ആകുന്നുവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഓ എൻ്റെ യേശുവേ, എൻ്റെ കാരുണ്യവാനേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ അങ്ങയെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുൻപാകെയും ദൈവത്തിൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ അങ്ങയുടെ വചനം പ്രസംഗിക്കുന്നു. എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും കർത്താവിനെ ഏറ്റുപറയുവാനും പ്രഘോഷിക്കുവാനുമുള്ള ശക്തി എനിക്ക് നൽകണമേ. ഞങ്ങൾ വെറും മനുഷ്യരായി ഞങ്ങളുടെ നിസ്സാരതകളെയും നിസ്സഹായതകളെയും കുറിച്ച് ചിന്തിച്ച് ദുർബലരാകുമ്പോൾ ആകാശത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന അവിടുത്തെ കരുണയിലും വിശ്വസ്തതയിലും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും സർവം നിറവാക്കുന്ന
അവിടുത്തെ സ്നേഹത്തിന്റെ ഹൃദയവിശാലതയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തി അണയ്ക്കുകയും ചെയ്യണമേ. അവിടുത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിലും പ്രത്യാശയിലും വിശ്വസ്തരായി ജീവിക്കുവാനുള്ള ദൈവ അനുഭവവും കൃപയുമേകി ജീവിതകാലം മുഴുവൻ അങ്ങയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ സഹായമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. ആരെയും അങ്ങ് നിരാശപ്പെടുത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ ആശ്രയമായി എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ.